ഹലോ നമസ്കാരം. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ കുറച്ച് നാളായിട്ട് ഇവിടെ നമ്മുടെ വീട്ടിലൊരാൾ ഇങ്ങനെ സൈഡായിട്ട് ഇരിക്കാൻ തുടങ്ങിയിട്ട്, അപ്പോൾ നമ്മൾ ഇന്ന് അയാളെ പൊടി തട്ടിയൊക്കെ എടുത്തിട്ട് സുന്ദരക്കുട്ടപ്പനാക്കാൻ പോവുകയാണ്. വേറെ ആരുമല്ല, നമ്മുടെ അക്വേറിയം കുറേ നാളായി, ഒരു ഏകദേശം 2 വർഷത്തോളമായി അത് ഒരു മൂലയിൽ ഇരിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഇന്ന് നമ്മൾ അതിലേക്ക് മീനൊക്കെ മേടിച്ചിടണം. കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി വെള്ളം നിറച്ചിട്ട് നമുക്കതിലേക്ക് മീനിനെയൊക്കെ മേടിച്ചിടാം. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് അതാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതാണ് നമ്മുടെ അക്വേറിയം. ഇച്ചാൻ അതിനെ കഴുകി വൃത്തിയാക്കി കല്ലൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഒത്തിരി സാധനങ്ങളുണ്ടായിരുന്നു, പക്ഷേ അതെല്ലാം ഉപയോഗിക്കാൻ പറ്റാത്ത വിധത്തിൽ ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ നേരെ മീൻ വാങ്ങാൻ വേണ്ടി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ചോട്ടവും വീട്ടും അവരുടെ മൈലാഞ്ചിയാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കയ്യിലുള്ളത് ഫുള്ള് മാഞ്ഞ് കഴിയുമ്പോൾ ഇനി വീണ്ടും ഇട്ട് കൊടുക്കണമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പോൾ പുതിയ ഫ്രണ്ട്സിനെ കിട്ടുന്നതിൻ്റെ സന്തോഷത്തിലാണ് രണ്ടുപേരും. അങ്ങനെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇരുന്ന് കുറേ നേരമായിട്ട് ഇങ്ങനെ കഥയും പറഞ്ഞിരിക്കുക. എപ്പോഴാണ് അടി ഉണ്ടാക്കുന്നതെന്ന് പറയാനാണ് പറ്റാത്തത്. ചോട്ടുമാണ് എപ്പോഴും മീട്ടോനെ ഇങ്ങനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇങ്ങനെ ശാന്തമായി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അത് ഈ പുതിയ പെറ്റ്സിനെ കിട്ടുന്നതിനുള്ള ശാന്തതയാണ്. അപ്പോൾ ഞങ്ങളിത് ഷോപ്പിലെത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ മീനുകളെയൊക്കെ കണ്ടതിൻ്റെ സന്തോഷത്തിലാണ് ചോട്ടൂസിന് ഏത് മീനിനെ നോക്കണമെന്നറിയാത്തൊരു കൺഫ്യൂഷനിലാണ് ഇപ്പോൾ ചോട്ടു ഇങ്ങനെ നിൽക്കുന്നത്. ചോട്ടു ഇവിടെ മീനിനെ നോക്കിയിരിക്കുമ്പോൾ അപ്പുറത്ത് അപ്പയും മോളും കൂടി ഭയങ്കര ഡിസ്കഷനിലാണ് ഏത് മീൻ വാങ്ങണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അവരവിടെ ഓരോന്നിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ചോട്ടുവിനാണെങ്കിൽ എത്ര കണ്ടിട്ടും മീനിനെ നോക്കിയിട്ട് ഒരു ഭയങ്കര സന്തോഷത്തിൽ ചോട്ടു ഇങ്ങനെ എല്ലാം മറന്നിങ്ങനെ നിൽക്കുവാണ്. ഇവിടെ കിടക്കുന്ന ഈ മീനിനെ കണ്ടിട്ട് അത് നെത്തോലിയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചോട്ടു വന്നപ്പോൾ മുതൽ ഈ മീനിനെയും ചുറ്റിപ്പറ്റി ഇങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പോൾ പിന്നെ മീട്ടു പറഞ്ഞു, ബാ ചോട്ടുപോയി നമുക്ക് അപ്പുറത്ത് പോയി വേറെ മീനെ നോക്കാമെന്നും പറഞ്ഞ് മീറ്റൂസ് വിളിച്ചുകൊണ്ട് പോവുക. മീനിനെയൊക്കെ കണ്ടിട്ട് കുഞ്ഞു മീനെന്നും പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞിരിക്കുക. ചേച്ചി പുറകിൽ കൈയും കെട്ടി നിൽക്കുന്നത് കൊണ്ട് ചോട്ടവും കയ്യിലും പുറകും കെട്ടിയിട്ടേ നിൽക്കുകയുള്ളൂ. ചേച്ചി എന്ത് ചെയ്യുന്നോ അതുപോലെ ചെയ്യാൻ നിൽക്കുവാണ് ചോട്ടൂസ്. കണ്ടു അപ്പുറം ഇപ്പുറം എല്ലാം നോക്കിയിട്ട് മീൻ എന്ന് മാത്രമാണ് ചോട്ടു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചോട്ടുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാണ് കേട്ടോ. വളരെ കളർഫുള്ളായിട്ടുള്ള ഈ മീനാണ് ചോട്ടുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അപ്പം നമ്മളിപ്പോൾ അകത്തേക്ക് വന്നേക്കുവാണ്. ഇത്രയും നേരം പുറത്ത് ഉള്ള മീനുകളാണ് നോക്കിക്കൊണ്ടിരുന്നത്. ഇപ്പം അകത്ത് വന്നിട്ട് കുറേ അവിടുത്തെ മീനുകളൊക്കെ നോക്കിക്കൊണ്ടിങ്ങനെ ഇരിക്കുക. ഇതൊരു ഹോൾസെയിൽ ഷോപ്പാണ്. നമ്മൾ പണ്ട് മുതലേ ഇവിടെ നിന്ന് തന്നെയാണ് മീനൊക്കെ മേടിക്കാറുള്ളത്. റേറ്റും വളരെ അഫോർഡബിളാണ്. നിറച്ച് നമുക്ക് അക്വേറിയത്തിനകത്ത് വെക്കാനുള്ള മെറ്റീരിയൽസ് അങ്ങനത്തെ ഒത്തിരി സാധനങ്ങൾ ഇവിടെ ഉണ്ട്. ഇവരോട് പറഞ്ഞ് ഇവർ തന്നെ നമുക്ക് അക്വേറിയം സെറ്റ് ചെയ്തും തരും. മീറ്റൂസ് വീട്ടിൽ നിന്ന് വന്നപ്പോഴേ ഏഞ്ചൽ ഫിഷും കാർപ്പും വേണമെന്ന് നിർബന്ധം പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. അങ്ങനെ അത് രണ്ടും സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഏതാണ് വേണ്ടതെന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. മീട്ടുവിൻ്റെ ഫേവറേറ്റ് ഈ അക്വേറിയമാണ്. അപ്പം നേരത്തെ മീറ്റൂസിനോട് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി ഒരു അക്വേറിയം കൂടി നമുക്ക് വീട്ടിൽ സെറ്റ് ചെയ്യണമെന്ന്. അപ്പം മീറ്റു പറയുമായിരുന്നു ഇതുപോലെ ഒരെണ്ണം സെറ്റ് ചെയ്താൽ മതിയെന്ന്. അങ്ങനെ മീറ്റു വീണ്ടും കറങ്ങിത്തിരിഞ്ഞ് ഈ അക്വേറിയത്തിൻ്റെ തന്നെ മുന്നിലെത്തിയിട്ടുണ്ട്. മീറ്റു എവിടെയെല്ലാം പോയി മീനുകളെ നോക്കിയിട്ട് വന്നാലും അവസാനം മീറ്റു വീണ്ടും ഇതിൻ്റെ മുമ്പിൽ തന്നെയാണ് വന്നിങ്ങനെ നിൽക്കുന്നത്. അങ്ങനെ സെലക്ഷൻ പ്രോസസ്സൊക്കെ കഴിഞ്ഞു. ഇനി അടുത്ത് നമ്മളിതാ മീനുകളൊക്കെ വാങ്ങുകയാണ്. ആവശ്യമുള്ള മീനുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുവാണ്. ഇപ്രാവശ്യത്തെ സെലക്ഷൻ എല്ലാം നമ്മുടെ മീറ്റൂസിൻ്റെയാണ്. അപ്പോൾ അപ്പം ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക മതിയോ ഇനി വേറെ ഏതെങ്കിലും വേണോ എന്നൊക്കെ ചോദിക്കുവാണ്. അങ്ങനെ ഏഞ്ചലും മീറ്റോൻ്റെ കാർപ്പും എല്ലാം മീറ്റു മേടിച്ചിട്ടുണ്ട്. ചോട്ടുവാണെങ്കിൽ ഇതെല്ലാം ഇങ്ങനെ നോക്കിക്കൊണ്ടിങ്ങനെ ഇരിക്കുക. അങ്ങനെ നമ്മൾ മീനെല്ലാം മേടിച്ച് പേയ്മെൻറ്റൊക്കെ ചെയ്തതിന് ശേഷം പിന്നെ തിരിച്ച് നേരെ ഇപ്പോൾ വീട്ടിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ ഇന്നത്തെ കാഴ്ചകളെക്കുറിച്ച് അപ്പയുമായിട്ട് ഇങ്ങനെ സംസാരിച്ച് പോവുകയാണ് ഇപ്പോൾ ചോട്ടൂസ്. അവിടെ എന്തെല്ലാം കണ്ടു അതെല്ലാം കണ്ട കാര്യങ്ങളെല്ലാം അപ്പയോട് പറഞ്ഞിങ്ങനെ തുള്ളിച്ചാടി പോവുകയാണ് ഇപ്പോൾ ചോട്ടൂസ് തിരിച്ച്.
റോഡിൽ നിന്ന് ഇച്ചിരി അകത്തോട്ട് കയറിയിട്ടാണ് ഈ ഷോപ്പുള്ളത്. KS ഹോം അക്വേറിയംസ് എന്നാണ് ഇതിൻ്റെ പേര്. നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ തന്നെ ടോപ്പ് ലിസ്റ്റിൽ വരുന്ന ഒരു അക്വേറിയമാണ്. അപ്പോൾ നമ്മളിപ്പോൾ തിരിച്ച് വീട്ടിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കാറിൽ കയറിയപ്പോൾ മുതൽ 2 പേർക്കും അടിയാണ്, എൻ്റെ കയ്യിൽ വെക്കണമെന്നും പറഞ്ഞു. പിന്നെ നമ്മുടെ മീറ്റോസ് ഒരു ടോയും കൂടി മേടിച്ചിട്ടുണ്ട് അക്വേറിയത്തിൽ വെക്കാനായിട്ട്. ഒത്തിരി ഇഷ്ടപ്പെട്ട് മേടിച്ചതാണ്. അങ്ങനെ വണ്ടിയിൽ കയറിയിട്ട് ഇനിയിപ്പോൾ ആരുടെ കയ്യിലാണ് ആദ്യം വെക്കേണ്ടതെന്നും പറഞ്ഞ് ചോട്ടു വാങ്ങിച്ച് കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ഇരിപ്പുണ്ട്. ചോട്ടുവിൻ്റെ കയ്യിൽ കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ മീട്ടു ഇനി കുറച്ച് നേരം എൻ്റെ കയ്യിലിരിക്കട്ടെ എന്നും പറഞ്ഞ് മീട്ടുവും മേടിച്ച് വെച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുവാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഏഞ്ചൽ ഫിഷിനെ ഇഷ്ടമായെന്നൊക്കെ ഇങ്ങനെ മീറ്റൂസ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ മർമെയ്ഡിനെ ചോട്ടുവിൻ്റെ കയ്യിൽ കൊടുത്തിട്ടൊന്നും ചോട്ടുവിന് അതൊന്നും പറ്റില്ല. ചോട്ടുവിന് ഈ മീനിനെ തന്നെ കയ്യിൽ വെക്കണം. അങ്ങനെ ചോട്ടു മീട്ടുമായിട്ട് അടിയുണ്ടാക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുവാണ് വണ്ടി. അങ്ങനെ വഴക്കുണ്ടാക്കി ചോട്ടു അവസാനം കയ്യിലാക്കിയിട്ടുണ്ട്. ദൈവമേ, ഇത് തിരിച്ച് വീട്ടിൽ ഇതുപോലെ എത്തിയാൽ മതി എന്ന പ്രാർത്ഥനയിലാണ് ഞാനും മീട്ടുവും എച്ചാനും ഇരിക്കുന്നത്. പക്ഷേ അവളത് ഇങ്ങനെ നോക്കി കുറേ നേരം കൊണ്ട് ഇങ്ങനെ ഇരിപ്പുണ്ട്. എപ്പോഴാണ് ദേഷ്യം കയറി തറയിലോട്ടിട്ട് എറിയണേന്നാണ് അറിഞ്ഞൂടാത്തത്. അങ്ങനെ സേഫായി എല്ലാവരെയും വീട്ടിലെത്തിച്ച് അക്വേറിയത്തിനകത്തേക്ക് ആക്കിയിട്ടുണ്ട്. മീനിനെയൊക്കെ മേടിച്ചു, പക്ഷെ ഒരു സാധനം മാത്രം മേടിക്കാൻ വിട്ടുപോയി. അക്വേറിയത്തിനകത്ത് വെക്കാനായിട്ട് ഒരു ലൈറ്റ് മേടിക്കണമെന്നൊക്കെ വീട്ടിൽ ഇരുന്നേ പ്ലാൻ ചെയ്താണ് പോയത്. പക്ഷേ അവിടെ ചെന്നപ്പോഴത്തേക്ക് മീനിനെയൊക്കെ കണ്ടപ്പോൾ അത് മറന്നുപോയി. സാരമില്ല, അതിന് അടുത്ത പ്രാവശ്യം നമുക്ക് മേടിക്കാമെന്നൊക്കെ വിചാരിച്ചിങ്ങനെ പറഞ്ഞിങ്ങനെ വെച്ചേക്കുവാണ്. അപ്പം ഞങ്ങളുടെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ മാത്രം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണേ. ഒരു ലൈക്കോ ഷെയറൊക്കെ ചെയ്ത് ഞങ്ങളെ ഒന്ന് ചെറുതായിട്ടൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ബൈ.